സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ള ഈ ഒരു ഒറ്റ വാക്കിനെ പറ്റിയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ എപ്പോഴും പറയില്ലേ നശിപ്പിക്കുക. എൻ്റെ ഒരു ഭാഷയിൽ പറയും കുളമാക്കി എന്നൊക്കെ പറയില്ലേ, ആ ജോലി അവൻ കുളമാക്കി എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ പറയാറ്, അങ്ങനെ വേണ്ട, നശിപ്പിച്ചു. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ നശിപ്പിച്ചു. ഓക്കെ, ഈ ഒരു വാക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൻ അത് നശിപ്പിച്ചു, അവൾ എൻ്റെ ദിവസം നശിപ്പിച്ചു, അവർ ആ ജോലി നശിപ്പിച്ചു, അവർ അത് നശിപ്പിച്ചു, അവർ ഇത് നശിപ്പിച്ചു. ഇങ്ങനെ നശിപ്പിച്ചു എന്നുള്ള ഈ ഒരു വാക്ക് നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ യൂസ് ചെയ്യണതാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താ? SPOIL. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. സ്പോയിൽ. ഓക്കെ, സ്പോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക. അപ്പോൾ നമ്മൾ നശിപ്പിച്ചു എന്നല്ലേ പറയണേ? സോ ED ചേർക്കുക. സോ സ്പോയിൽഡ്, നശിപ്പിച്ചു. നമുക്ക് സെൻറ്റൻസ് ആക്കിയാലോ? സെൻറ്റൻസ് ആക്കാം. സെൻറ്റൻസ് മേക്കിങ്ങും ഇതും പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം. വാക്കുകളും പഠിപ്പിക്കുക, സെൻറ്റൻസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. സോ ദേ സ്പോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ നശിപ്പിച്ചു അവരുടെ ജോലി. അവരുടെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ദെയർ. ജോലിന്ന് എന്ത് ഇംഗ്ലീഷിൽ പറയാ? ജോബ്. സോ ദേ സ്പോയിൽഡ് ദെയർ ജോബ്. അവർ അവരുടെ ജോലി നശിപ്പിച്ചു. ദേ സ്പോയിൽഡ്, അവർ നശിപ്പിച്ചു. ഇനി അവൾ നശിപ്പിച്ചു എന്നെങ്ങനെ പറയാ? ഷീ സ്പോയിൽഡ്, അവൾ നശിപ്പിച്ചു. ഷീ സ്പോയിൽഡ് ഹർ കരിയർ, അവളുടെ കരിയർ അവൾ നശിപ്പിച്ചു. കണ്ട, ഷീ സ്പോയിൽഡ്, അവൾ നശിപ്പിച്ചു അവളുടെ കരിയർ, ഹെർ കരിയർ. കണ്ട. ദെൻ he spoiled, അവൻ നശിപ്പിച്ചു my day, എൻ്റെ ദിവസം. he spoiled, അവൻ നശിപ്പിച്ചു my day. my എന്ന് പറഞ്ഞാൽ എൻ്റെ, day എന്ന് പറഞ്ഞാൽ ദിവസം. സോ my day, എൻ്റെ ദിവസം. നെക്സ്റ്റ് ഞാൻ. I spoiled, ഞാൻ നശിപ്പിച്ചു this, ഇത്. I spoiled this, ഞാൻ ഇത് നശിപ്പിച്ചു. She spoiled that, അവൾ അത് നശിപ്പിച്ചു. He spoiled this, എന്താണ്, ഡ്യൂട്ടി, ഈ ഡ്യൂട്ടി അവൾ നശിപ്പിച്ചു. ഇങ്ങനെ എന്ത് നിങ്ങൾക്ക് ഇതുപോലെ പറയാവുന്നതാണ്. എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നശിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്പോയിൽഡാണ്. അപ്പോൾ എന്ത് നശിപ്പിച്ചു എന്ന് പറയണമെങ്കിലും ദേ സ്പോയിൽഡ്, അവർ നശിപ്പിച്ചു. ഹീ സ്പോയിൽഡ്, അവൻ നശിപ്പിച്ചു. ഷീ സ്പോയിൽഡ്, അവൾ നശിപ്പിച്ചു. ഐ സ്പോയിൽഡ്, ഞാൻ നശിപ്പിച്ചു. എന്നിട്ട് എന്താണോ നമ്മൾ നശിപ്പിച്ചത് അതങ്ങ് കൂട്ടിച്ചേർത്ത് എഴുതുക. അത്രയേ ഉള്ളൂ. ദേ സ്പോയിൽഡ് ദെയർ ജോബ്, അവരെന്താ നശിപ്പിച്ചത്? അവരുടെ ജോലി. സോ അവർ നശിപ്പിച്ചു അവരുടെ ജോലി. ഇനി ഷീ സ്പോയിൽഡ്, അവൾ നശിപ്പിച്ചു. എന്താ നശിപ്പിച്ചത്? അവളുടെ കരിയർ. സോ ഹെർ കരിയർ. ദെൻ ഹീ സ്പോയിൽഡ്, അവൻ നശിപ്പിച്ചു. എന്താ നശിപ്പിച്ചത്? എൻ്റെ ദിവസം, മൈ ഡേ. ഐ സ്പോയിൽഡ്, ഞാൻ നശിപ്പിച്ചു. എന്താ നശിപ്പിച്ചത്? ഇത്. സോ ദിസ്, ഐ സ്പോയിൽഡ് ദിസ്. എളുപ്പമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇന്നിങ്ങനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. സെൻറ്റൻസ് മേക്കിംഗ് ആകുമ്പോൾ അത് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാനും എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് തന്നെ ഇത് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ വാക്കൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ വേണ്ടൊരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണതും. ഇങ്ങനെ സ്പോയിൽഡ് എന്ന് ഞാൻ 3-4 പ്രാവശ്യം റിപ്പീറ്റ് പറയുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ നശിപ്പിച്ചു എന്ന് ചേർക്കണമെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തും അവിടെ സ്പോയിൽഡ് എന്നുള്ള ഈ ഒരു വാക്കാണ് എന്ന്. അപ്പോൾ എളുപ്പമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.